വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്, അതേപോലെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ച് നമ്മളൊരു 3 കാർഡ് എടുക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്, നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ്. ഇനി ഓരോ കാർഡും റിവീൽ ചെയ്ത് നോക്കാം എന്താണ് വന്നിരിക്കുന്നതെന്ന്. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഗൈഡൻസ് ജഡ്ജ്മെൻറ്റ് ആൻഡ് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. ടവർ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അതൊരു ദൈവവിധിയായിരിക്കാം അങ്ങനെ വന്നത്. അത് നിങ്ങളായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതല്ല. പക്ഷെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് കറണ്ട് എനർജി കാണിക്കുന്നത്. പക്ഷെങ്കിൽ ഗൈഡൻസിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും നിങ്ങൾക്കൊരു ചാൻസ്, സെക്കൻഡ് ചാൻസ് കിട്ടുന്നതായിട്ടാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിൽ നിന്നും എല്ലാം വെളിയിൽ വന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബമോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ ചേർന്ന് സഹിക്കുന്നുണ്ടായിരിക്കാം. ഏത് പ്രശ്നത്തിലാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഫൂൾ കാർഡാണ്. എന്തും നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നതും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതും അതിനെയെല്ലാം വീണ്ടും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുകയാണ്. അതിനെ മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കത് സക്സസ്സിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ അതിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുകയാണ്. നിങ്ങളുടെ ആ സെൽഫ് കോൺഫിഡൻസാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നത്. ഇത് 3 മേജർ അർക്കാന കാർഡ്സാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മേജർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെയൊക്കെ ലൈഫിൽ നടക്കുന്നത്. ഇതിൽ ഒരുപാട് പേരുടെ എനർജി ഉള്ളത് കാരണം എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. സ്റ്റേ ബ്ലെസ്ഡ്.